റിയൽ മാഡ്രിഡിന്റെ ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടോ ലാസ്റ്റ് മാച്ചിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഹാഫ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പരിക്കാണോ കാര്യങ്ങളോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു. അപ്പൊ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതേ തിബോട്ട് കോർട്ടോയ്ക്ക് പരിക്കാണ്. ഏകദേശം 1.5 മാസത്തോളം ഇനി ആ ഒരു പ്ലെയർ കളിക്കത്തില്ല. അതായത് ഈ വരുന്ന ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക് അടക്കമുള്ള മത്സരങ്ങൾ തിബോട്ട് കോർട്ടോക്ക് നഷ്ടപ്പെടും. ഈ ഒരു സമയത്ത് ഇനി റിയലിന്റെ വലകാക്ക നമ്മുടെ ലുനിനായിരിക്കും. ലുനിനും അടിപൊളി കീപ്പർ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരന്റെ വലത് കാലിലാണ് ഈ ഒരു പരിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് മത്സരങ്ങൾ ഏതായാലും 1.5 മാസമാണ് എസ്റ്റിമേറ്റ് കണക്ക് വന്നിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. 1.5 മാസത്തോളം കാലം ഈ ഒരു തിബോട്ട് കോർട്ട പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ നിലവിൽ സ്പാനിഷ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഇത് കൂടാതെ ബാഴ്സലോണയ്ക്കെതിരായ മത്സരങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഇനിയിപ്പോ തിബോട്ട് കോർട്ടോ ആ ഒരു ടീമിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നത് തെളിയുക തിബോട്ട് കോർട്ടോ ഇല്ലാതിരിക്കുമ്പോഴാണ്. കാരണം റിയൽ മാഡ്രിഡിന്റെ റീസെന്റ് ആയിട്ടുള്ള നമ്മളെ വർഷങ്ങളൊക്കെ എടുത്തു നോക്കെങ്കിൽ അതിൽ ഈ ഒരു ചെങ്ങായിക്ക് വളരെ വലിയ പങ്കുണ്ട്. ആ ഒരു 2022 ചാമ്പ്യൻസ് ലീഗ് ഫൈനല്, അതുപോലെ തന്നെ ഒരുപാട് റിയൽ മാഡ്രിഡിന്റെ കളികളിൽ ഈ ഒരു ചെങ്ങായിന്റെ പെർഫോമൻസ് കൊണ്ടാണ് റിയൽ മാഡ്രിഡ് അതിജീവിച്ചു പോയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ഇപ്പോൾ നിലവിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ചാമ്പ്യൻസ് ലീഗ് അടക്കം വലിയ ഗെയിമുകളാണ് റിയൽ മാഡ്രിഡിനുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കവെയാണ് നമ്മുടെ കുട്ടികൾക്ക് പരിക്ക് പറ്റുന്നത് ഒരു 1.5 മാസത്തോളം പുറത്തു പോകുന്നത്.